നമുക്കെല്ലാവർക്കും നമ്മുടെ ഓഫീസിൽ ഇ ഓഫീസ് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി gov.in ഇമെയിൽ ID നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇമെയിൽ അയക്കുന്നതിനായിട്ട് സാധിക്കും. എങ്ങനെയാണ് gov.in മെയിൽ ID ഉപയോഗിച്ചുകൊണ്ട് ഇമെയിൽ അയക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. സാധാരണ ജിമെയിൽ അയക്കുന്ന പോലെ തന്നെ നമുക്ക് വേഗത്തിൽ ലോഗിൻ ചെയ്ത് അയക്കാൻ സാധിക്കുകയില്ല. നമുക്ക് സിസ്റ്റത്തിനകത്ത് കുറേ സെറ്റിങ്സുകൾ ചെയ്താൽ മാത്രമേ ഗവൺമെൻറ് ഇമെയിൽ ID ഉപയോഗിക്കുന്നതിന് തയ്യാറാകുകയുള്ളൂ. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. അതിനായി ആദ്യം നമ്മുടെ അഡ്രസ് ബാറിൽ email.gov.in എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ആ ഗവൺമെൻറ്റിൻ്റെ മെയിൽ ID ഉപയോഗിച്ച് മെയിൽ അയക്കേണ്ടതിനായിട്ട് ലോഗിൻ ചെയ്യേണ്ട സൈറ്റ് അഡ്രസ്. ഈ സൈറ്റ് അഡ്രസ്സ് കൊടുത്ത് കഴിയുമ്പോൾ വരുന്ന സ്ക്രീനാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ നമുക്ക് കിട്ടിയ മെയിൽ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ പറ്റുമോ എന്ന് പരിശോധിച്ചതിന് ശേഷം ബാക്കി സ്റ്റെപ്പിലേക്ക് പോകാം. അതിനായിട്ട് ഈ താഴെ കാണുന്ന ബോക്സിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള മെസ്സേജായിട്ട് SMS ആയിട്ട് ലഭിച്ചിട്ടുള്ള ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. തുടർന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള പാസ്വേഡ് കൊടുക്കുന്നു. തുടർന്ന് സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. കൊടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ നമുക്ക് മെസ്സേജ് കാണിക്കും, ഇൻവാലിഡ് യൂസർ ക്രെഡൻഷ്യൽസ് എന്നാണ് കാണിക്കുന്നത്. ഇൻവാലിഡ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് എന്ന് കാണിക്കും. കാരണം നമ്മൾ കറക്റ്റായിട്ടുള്ള ഈ നമുക്ക് SMS ലഭിച്ച മെയിൽ ID കൊടുത്താലും നമുക്ക് ഇതിനകത്ത് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പുകളാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനാദ്യം ചെയ്യേണ്ടത് നമുക്ക് ഈ സൈറ്റ് അഡ്രസ്സിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഈ സൈൻ ഇൻ ബട്ടണ് തൊട്ടടുത്തായിട്ട് 3 ഓപ്ഷനുകൾ കാണാം. ഫൊർഗോട്ട് പാസ്വേഡ്, ചേഞ്ച് പാസ്വേഡ്, ആക്ടിവേറ്റ് ID. നമുക്ക് ആദ്യമേ SMS ആയി ലഭിച്ചിട്ടുള്ള ഈ മെയിൽ ID ആദ്യം ആക്ടിവേറ്റ് ചെയ്യണം. അതിനായിട്ട് ഈ ആക്ടിവേറ്റ് ID എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനുള്ള സ്ക്രീനിലേക്ക് വരും. ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൊടുക്കാനുള്ളത്. മെയിൽ അഡ്രസ്സ്, എൻ്റർ ലാസ്റ്റ് 4 digit ഓഫ് യുവർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, എൻ്റർ കണ്ടൻറ്റ്സ് ഓഫ് ദി ഇമേജ് ബിലോ. ആദ്യം നമുക്ക് കൊടുക്കേണ്ട ബോക്സിൽ ഈ മെയിൽ അഡ്രസ്സ് കൊടുക്കുന്നു. നമുക്ക് SMS ആയിട്ട് ലഭിച്ച മെയിൽ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. തുടർന്ന് നമുക്ക് ഈ ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മുടെ ഒരു മൊബൈൽ നമ്പർ ഇതോടൊപ്പം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കാണ് നമുക്ക് ഈ ഇമെയിൽ IDയും പാസ്വേഡും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റ് 4 digit ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. എൻ്റെ ഫോൺ നമ്പറിൻ്റെ അവസാന ഡിജിറ്റ് ഇവിടെ അടിക്കുന്നു. തുടർന്ന് ക്യാപ്ച കോഡ് തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. തുടർന്ന് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ഇമെയിൽ IDക്കൊപ്പം രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. തുടർന്ന് തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നു. നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ഒരു പുതിയ സ്ക്രീനിലേക്ക് വരും. ഈ പുതിയ സ്ക്രീനിൽ പുതിയ പാസ്വേഡ്, നിലവിലുള്ള പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നുള്ള സ്ക്രീനാണിത്. അവിടെ നമ്മൾ എൻ്റർ ന്യൂ പാസ്വേഡ് കൊടുക്കുന്നു. വീണ്ടും റീ എൻ്റർ ചെയ്യുന്നു. നിലവിൽ SMS ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഒരു വലിയ കോംപ്ലക്സ് പാസ്വേഡാണ്. നമുക്ക് ഓർത്തിരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഒരു പുതിയ പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. തുടർന്ന് ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നു. പാസ്വേഡ് നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാകണം, സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാകണം, നമ്പർ ഉണ്ടാകണം. അങ്ങനെയുള്ള 8 ക്യാരക്ടറുള്ള ഒരു പാസ്വേഡാണ് നമ്മൾ കൊടുക്കുന്നത്. തുടർന്ന് സബ്മിറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ മൊബൈലിലേക്ക് SMS വരും. പാസ്വേഡ് ചേഞ്ച് ആയിട്ടുണ്ട് എന്നുള്ള SMS വരും. ഇത്രയുമാണ് ആക്ടിവേറ്റ് ചെയ്ത് പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നതിനായിട്ടുള്ള സ്റ്റെപ്സ്. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന പാസ്വേഡ് റീസെറ്റ് ആയി കഴിഞ്ഞു. നമ്മുടെ ഇമെയിൽ ID ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും ആയാലും നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ gov.in ഇമെയിൽ ID ഉപയോഗിക്കുന്നതിനായിട്ട് സാധിക്കത്തില്ല. ബാക്ക്ഗ്രൗണ്ടിൽ കവച ആപ്ലിക്കേഷൻ റൺ ചെയ്താൽ മാത്രമേ നമ്മുടെ gov.in ഇമെയിൽ ID നമ്മുടെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യത്തുള്ളൂ. നമുക്കതിനായിട്ട് ആദ്യം കവച ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ഈ email.gov.in സൈറ്റിൽ കയറിയ ശേഷം ഡൗൺലോഡ് കവച് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഭാഗം വെബ്സൈറ്റിൽ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് https://kavach.mail.gov.in എന്നൊരു സൈറ്റ് അഡ്രസ്സ് അവിടെ എഴുതിയിട്ടുണ്ട്. ആ സൈറ്റ് അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം നമുക്ക് കവച് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള സൈറ്റിലേക്ക് ഇവിടുന്ന് റീഡയറക്റ്റ് ചെയ്തു പോകും. അതിനായിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്ക് അവിടെ വീണ്ടും അവിടെ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. അവിടെ കൊടുക്കേണ്ടത് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള SMS ആയിട്ട് ലഭിച്ചിട്ടുള്ള ഇമെയിൽ IDയും നമ്മളിപ്പോൾ പുതിയതായിട്ട് ചേഞ്ച് ചെയ്തിട്ടുള്ള പുതിയ പാസ്വേഡും കൊടുക്കുന്നു. അതിനുശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് നമ്മുടെ ആ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്ക് നമ്മുടെ ആ കവചിൻ്റെ വെബ്സൈറ്റിലേക്ക് ഇപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട്. തുടർന്ന് നമുക്ക് കവച് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അതിനായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഡൗൺലോഡ് ബട്ടണിൽ നിന്നും
വിൻഡോസ് ക്ലയൻറ്റ് എന്നുള്ള സബ്മെനു ക്ലിക്ക് ചെയ്യുന്നു. അപ്പോഴേക്കും കവച് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആകും. ഇപ്പോൾ കവച് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയിട്ടുണ്ട്. തുടർന്ന് നമ്മൾ കവച് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇൻസ്റ്റലേഷൻ പൂർത്തിയായി കഴിയുമ്പോഴേക്കും നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പിൽ കവച് ആപ്ലിക്കേഷൻ്റെ ഐക്കൺ വന്നിട്ടുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. തുടർന്ന് ലൈസൻസ് എഗ്രിമെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുക്കാനുള്ള സ്ക്രീൻ ഓപ്പണായി വരും. ഇവിടെ നമ്മുടെ gov.in ഇമെയിൽ ഐ ഡി പാസ്വേഡ് കൊടുക്കുന്നു. തുടർന്ന് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതാണ് നമ്മുടെ കവച് ആപ്ലിക്കേഷൻ്റെ സ്ക്രീന്. ഈ കാണുന്നതാണ് നമ്മുടെ കവച് ആപ്ലിക്കേഷൻ്റെ സ്ക്രീന്. ഇവിടെ നമ്മൾ നമ്മുടെ gov.in മെയിലിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കവച് ആപ്ലിക്കേഷനിലേക്ക് ഇത്തരത്തിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും. ഈ നോട്ടിഫിക്കേഷൻ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ gov.in മെയിൽ അവിടുന്ന് ഓപ്പണായിട്ട് വരും. ഇത്തരത്തിൽ മെയിലിൽ gov.in മെയിലിൽ ലോഗിൻ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ കവച് ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ മെനുവിൽ നോട്ടിഫിക്കേഷൻ വരും. ഈ കാണുന്ന സ്ക്രീനിൽ ക്ലിക്ക് എനിവെയർ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് കാണി ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ അക്സെപ്റ്റ് ബട്ടൺ ഓപ്പണായി വരും. അത് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ gov.in മെയിൽ ഓപ്പൺ ആകും. അതിൽ നമുക്ക് മെയിൽ അയക്കാനും മെയിൽ എടുക്കാനും ഒക്കെ നമുക്ക് അറ്റാച്ച്മെൻറ്റ് കൊടുക്കാനും എല്ലാം നമുക്ക് സാധിക്കും. ഇത്തരത്തിലാണ് നമ്മുടെ gov.in മെയിൽ നമ്മുടെ സിസ്റ്റത്തിൽ ആക്റ്റീവാക്കി എടുക്കുന്നത്.